റോബർട്ട് വാദ്രയ്ക്ക് കുറുക്കുമുറുകുന്നു. കള്ളപ്പണ ഇടപാടിൽ റോബർട്ട് വാദ്രയ്ക്ക് പങ്കുള്ളതായി ഇഡി കണ്ടെത്തി. കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള പരാമർശം. ജിഷ്ണു കൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ. വിഷ്ണു, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്രയുടെ ഭർത്താവും വ്യവസായിയുമായിട്ടുള്ള റോബർട്ട് വാദ്രയ്ക്കെതിരെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറച്ചു കാലമായും കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഇടപാടുകളും നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഏജൻസിയുമായി ബന്ധപ്പെട്ട കേസിൽ റോബർട്ട് വാദ്രയുടെ പേര് നേരിട്ട് പരാമർശിക്കുന്നത്. റോബർട്ട് വാദ്രയെ സംബന്ധിച്ചും കോൺഗ്രസിനെയും പ്രിയങ്കയും സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിവരങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലും സോണിയയും ഉൾപ്പെടെയുള്ളവർ ഇഡി അന്വേഷണം നേരിടുമ്പോഴാണ് ഇപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും ഇഡിയുടെ അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നത്. ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലാണ് റോബർട്ട് വാദ്രയ്ക്ക് കള്ളപ്പണ ഇടപാടിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. 2015 ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇഡി ഈ കേസിൽ അന്വേഷണം ഏറ്റെടുത്തത്. ആയുധ ഇടപാടുകാരനായിട്ടുള്ള സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ അനുയായിയായിട്ടാണ് റോബർട്ട് വാദ്ര നിന്നിട്ടുള്ളത്. റോബർട്ട് വാദ്രയുമൊപ്പം CC തമ്പിയുമായി അടുത്ത ബന്ധമുണ്ട്. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട്. സഞ്ജയ് ഈ അനധികൃത കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ലണ്ടനിലെ ഒരു പ്രോപ്പർട്ടി റോബർട്ട് വാദ്രയുമായി ചേർന്നുകൊണ്ട് അവിടെ നവീകരിക്കുകയും റോബർട്ട് വാദ്ര അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സഞ്ജയ് ഭണ്ഡാരി, CC തമ്പി എന്നിവരുമായി റോബർട്ട് വാദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇരുവരും തമ്മിൽ പണമിടപാടുകൾ, അനധികൃത പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇഡി ഗുരുതരമായ കണ്ടെത്തലുകൾ റോബർട്ട് വാദ്രയ്ക്കെതിരെ നടത്തിയതുകൊണ്ട് തന്നെ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ ഏജൻസി കടക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇതാദ്യമായാണ് ഒരു ഏജൻസിയുടെ കേസിൽ റോബർട്ട് വാദ്രയുടെ പേര് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതും വളരെ കൃത്യമായി കള്ളപ്പണ ഇടപാടിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് പ്രിയങ്കയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് UPA ഭരണകാലത്ത് കോൺഗ്രസ് നേതാക്കളും അവരുമായി ബന്ധപ്പെട്ടവരും നടത്തിയിട്ടുള്ള അനധികൃത പണമിടപാടുകളും അഴിമതിയും സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മുൻപോട്ട് കൊണ്ടുപോവുകയും അതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ അന്വേഷണം ഒരുക്കുമ്പോൾ അത് BJPയുടെ പ്രതികാര നടപടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പലപ്പോഴും കോൺഗ്രസ് ശ്രമിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ രേഖകൾ സഹിതം, തെളിവുകൾ സഹിതമാണ് ഇത്തരത്തിൽ റോബർട്ട് വാദ്രയെ പോലെ മറ്റു കേസുകളിലും അഴിമതിക്കാർക്കെതിരെയുള്ള കേസുകൾ ഇഡിയും CBIയും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രിയങ്കയെ സംബന്ധിച്ചുണ്ടാകുന്നു. റോബർട്ട് വാദ്രയ്ക്ക് വലിയ കുരുക്ക് ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇഡിയുടെ അനുബന്ധ കുറ്റപത്രത്തിൽ പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, റോബർട്ട് വാദ്രയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. കള്ളപ്പണ ഇടപാടിൽ റോബർട്ടിനും പങ്കുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.